രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിൽ വാങ്ങാനായി പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകും. തിരുവല്ല കോടതിയിലാണ് അപേക്ഷ നൽകുക. കേസിൽ രാഹുലിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതും തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തേണ്ടതുണ്ടെന്ന് SIT കോടതിയെ അറിയിക്കും. അതേസമയം തന്നെ രാഹുലിന്റെ ജാമ്യാപേക്ഷയും ഇന്ന് കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്ന ദിവസം കൂടിയാണ്. ഷീജ തിരുവനന്തപുരത്ത് ആദ്യം നമ്മളോടൊപ്പം ചേർന്ന് നോക്കാം അന്വേഷണ സംഘത്തിന് തുടർ നീക്കങ്ങൾ, മറ്റു കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന്. ഷീജ, ഗുഡ് മോർണിംഗ്. തിരക്ക് പിടിച്ചൊരു ദിവസമാണ് നമ്മുടെ മുൻപിലൂടെ ഇന്നലെ കടന്നുപോയത്. മിനിഞ്ഞാന്ന് അർദ്ധരാത്രി മുതൽ തുടങ്ങിയതാണ്. രാഹുൽ മാങ്കൂട്ടം അഴിക്കുള്ളിലായതോടെയാണ് ഇന്നലത്തെ വാർത്താ ദിവസം അവസാനിക്കുന്നത്. ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട ദിവസം. രാഹുലിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം, അതേസമയം തന്നെ മാങ്കൂട്ടത്തിൽ ജാമ്യാപേക്ഷയും ഇന്ന് കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുകയാണ്. ഗുഡ് മോർണിംഗ് മനു. തീർച്ചയായും ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വളരെ പ്രത്യേകിച്ചും ഒരു പഴുതടച്ചുള്ള ഒരു അന്വേഷണത്തിന്റെ രീതികൾ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരു തരത്തിലും ഒരു വിവരം പോലും പുറത്തു പോകാത്ത രീതിയിൽ അതിന്റെ രഹസ്യാത്മകത സൂക്ഷിച്ചുകൊണ്ട് തന്നെ പ്രത്യേക അന്വേഷണ സംഘം രാഹുലിനെ പൂട്ടി എന്നുള്ള കാര്യം തന്നെയാണ് അതിൽ എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ചും ഈ മൂന്നാമത്തെ പെൺകുട്ടിയുടെ പരാതി അതുപോലും പുറത്ത് അറിയാത്ത രീതിയിൽ തന്നെയായിരുന്നു SITയുടെ ഓപ്പറേഷനുകൾ മുഴുവൻ എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. ഏതായാലും ആ രീതിയിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ അഴിക്കുള്ളിലാണ്. ഇനിയിപ്പോൾ ഏതായാലും കസ്റ്റഡിയിൽ വാങ്ങി തുടർ നടപടികളിലേക്ക് SITക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് കടക്കേണ്ടതുണ്ട്. പ്രധാനമായും രാഹുലിനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം പത്തനംതിട്ട AR ക്യാമ്പിൽ എത്തിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ചോദ്യം ചെയ്യൽ നടത്തുമ്പോൾ ചോദ്യം ചെയ്യലിനോട് ഒട്ടും സഹകരിക്കുന്ന ഒരു സമീപനമായിരുന്നില്ല രാഹുൽ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ രാഹുലിന്റെ ചോദ്യം ചെയ്യൽ അത് കൂടുതലായി നടത്തേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു തരത്തിലും സഹകരിക്കുന്ന ഒരു സമീപനം രാഹുലിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായില്ല. അതുകൊണ്ട് സ്വാഭാവികമായും കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യൽ നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെയാണ് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. കാരണം ഈ സംഭവം നടക്കുന്നത്, ഈ പീഡനം നടക്കുന്നത് തിരുവല്ലയിലെ ഒരു ഹോട്ടലിൽ വെച്ചാണ്. അപ്പോൾ ആ ഹോട്ടലിൽ എത്തിച്ചടക്കം തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഏതായാലും SIT ഇന്നിപ്പോൾ കസ്റ്റഡി അപേക്ഷ തിരുവല്ല കോടതിയിൽ നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ആ രീതിയിൽ കോടതിയെ ബോധിപ്പിക്കുന്നതായിരിക്കും എത്ര അനിവാര്യമാണ് രാഹുലിനെ കസ്റ്റഡിയിൽ ലഭിക്കേണ്ടത്. കാരണം അതുമായി ബന്ധപ്പെട്ട് നിരവധി ഘട്ടങ്ങളിലൂടെ ഇനി കടന്നു പോകേണ്ടതുണ്ട് എന്നുള്ള കാര്യം കോടതിയെ അന്വേഷണ സംഘം ബോധിപ്പിക്കുന്നതായിരിക്കും. അതിനൊപ്പം തന്നെ ഇന്നിപ്പോൾ തിരുവല്ല കോടതി തന്നെ രാഹുലിന്റെ ജാമ്യാപേക്ഷയും പരിഗണിക്കുന്നുണ്ട്. ജാമ്യാപേക്ഷയിൽ പ്രധാനമായും അവർ മുന്നോട്ട് വയ്ക്കുന്ന വാദമെന്ന് പറയുന്നത് അന്വേഷണവുമായി പൂർണ്ണ തോതിൽ തന്നെ സഹകരിച്ച് മുന്നോട്ട് പോകും, അതുകൊണ്ട് ജാമ്യം അനുവദിക്കണം എന്നുള്ള കാര്യമൊക്കെയാണ് അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഏതായാലും പ്രോസിക്യൂഷൻ ശക്തമായി ഈ ജാമ്യാപേക്ഷയെ എതിർക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഇത്രത്തോളം ഒരു കൊടും ക്രിമിനൽ, ഒരു ഹാബിച്വൽ ഒഫൻഡർ ആയ ഒരു വ്യക്തി, ഒരു സ്ഥിരം ക്രിമിനലായ ഒരു വ്യക്തി, അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒരു തരത്തിലും ജാമ്യം അനുവദിക്കരുത് എന്നുള്ള കാര്യം തന്നെയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെടുക. കാരണം ഇത് ആദ്യത്തെ കേസോ രണ്ടാമത്തെ കേസോ ഒഫീഷ്യലായി രേഖപ്പെടുത്തിയിട്ടുള്ള ഔദ്യോഗിക പരാതിയായി വന്നിട്ടുള്ള മൂന്നാമത്തെ പരാതിയാണ്. അതിൽ ഏറ്റവും അതിക്രൂരമായ നിലയിൽ ഓരോ പെൺകുട്ടികളോടും പെരുമാറുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരു തരത്തിലും ആദ്യ രണ്ട് പെൺകുട്ടികളെയും ഈ മൂന്നാമത്തെ അതിജീവിതയായിട്ടുള്ള പെൺകുട്ടിയെയും നിരന്തരം ഭീഷണിപ്പെടുത്തുന്നതടക്കമുള്ള നടപടികൾ രാഹുലിന്റെ ഭാഗത്ത് നിന്നും നിരന്തരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിൽ ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ ഈ കേസിന്റെ അന്വേഷണത്തെ അത് ബാധിക്കുന്നതായിരിക്കും, ആ പെൺകുട്ടിയുടെ ജീവനെ അത് ബാധിക്കുന്നതായിരിക്കും, തെളിവുകൾ നശിപ്പിക്കുന്നതിന് അത് കാരണമാകും എന്ന കാര്യങ്ങൾ ഒക്കെ തന്നെ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കും എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും രാവിലെ 11 മണിയോട് കൂടിയായിരിക്കും തിരുവല്ല കോടതി കേസ് പരിഗണിക്കുന്നുണ്ടാവുക. മനു. ഷീജ, ഇന്നലത്തെ എല്ലാ കണ്ണുകളും പാലക്കാടും ഒപ്പം തന്നെ പത്തനംതിട്ടയിലും മാവേലിക്കരയിലും ഒക്കെ ആയിരുന്നു. പക്ഷേ ഇന്നലത്തെ ദിവസത്തിന്റെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രം എന്നെ സംബന്ധിച്ചത് തിരുവനന്തപുരമായിരുന്നു. കാരണം തിരുവനന്തപുരത്തായിരുന്നല്ലോ ഈ നീക്കങ്ങളുടെയൊക്കെ തുടക്കം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മനസ്സിലായി കാണുമല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി, കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി എന്താണെന്നും ആഭ്യന്തരമന്ത്രിയുടെ അധികാരം എന്താണെന്നും. കാരണം മുഖ്യമന്ത്രിയുടെ മുൻപിലേക്ക് ആ പെൺകുട്ടിയുടെ പരാതി എത്തുന്ന ആ കണ്ണീരെത്തിയ നിമിഷമല്ലേ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ വാർത്താ ദിവസത്തെ തിരുവനന്തപുരം എങ്ങനെയാണ് ഷീജ അടയാളപ്പെടുത്തുന്നത്? ഭരണസിരാ കേന്ദ്രം.
തീർച്ചയായും മനു, അതായത് ഈ രാഹുലിനെതിരായിട്ടുള്ള പരാതികളിൽ ഓരോ പരാതികളിലും നമ്മൾ പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏത് രീതിയിലാണ്. ആദ്യ പരാതി വരുന്നത് മുഖ്യമന്ത്രിക്ക് മുന്നിൽ ആ പെൺകുട്ടി എത്തി, അതിജീവിത എത്തി പരാതി നൽകുന്നതിലൂടെയാണ്. ആ പെൺകുട്ടിയുടെ കേസിൽ ഉടൻ തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് തുടർ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടം. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ആകട്ടെ ആ സമയം മുതൽ തന്നെ ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യമാണ്. കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ആദ്യ കേസിൽ ആ രീതിയിലൊരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഈ ഒരു പരാതി, മൂന്നാമത്തെ പെൺകുട്ടിയുടെ പരാതി വരുമ്പോൾ അത് SITക്കാണ് ഈ ഇമെയിൽ മുഖാന്തരം പരാതി ലഭിക്കുന്നത്. അപ്പോൾ തന്നെ DGP മുഖ്യമന്ത്രിയെ വിളിച്ച് ഈ ഒരു പരാതിയുടെ കാര്യം മുഖ്യമന്ത്രിയെ അറിയിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി നൽകിയൊരു നിർദ്ദേശം എന്ന് പറയുന്നത് എത്രയും വേഗത്തിൽ അതിൽ കർശനമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കുക, ഒരു രീതിയിലും ഒരു പഴുതും ഇല്ലാത്ത രീതിയിലുള്ള അന്വേഷണം ഉറപ്പാക്കുക എന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ പരാതി പോലും, ആ കേസ് രജിസ്റ്റർ ചെയ്തത് പോലും അതീവ രഹസ്യമായി സൂക്ഷിച്ചുകൊണ്ട് ഈ പ്രത്യേക അന്വേഷണ സംഘം, പ്രത്യേകിച്ചും ഇവിടെ തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്ത് തന്നെയുള്ള ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത്, അവിടെയാണ് SITയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ SIT കൃത്യമായ രീതിയിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ മാത്രം യോഗം ചേർന്നുകൊണ്ട് കൃത്യമായ രീതിയിൽ ഏത് രീതിയിൽ ഈ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടുള്ള ആസൂത്രണം ഇവിടെ നിന്നും നടത്തുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ആ പെൺകുട്ടിയുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ആ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതും അതോടൊപ്പം തന്നെ ആ പെൺകുട്ടിയിൽ നിന്നും തെളിവുകൾ പൂർണ്ണമായും ശേഖരിക്കുന്നതും. അതിനൊപ്പം ഈ പെൺകുട്ടി പീഡനത്തിനിരയായ ഹോട്ടലുണ്ട് തിരുവല്ലയിലെ, ആ ഹോട്ടലിലെത്തി അതിൻ്റെതടക്കമുള്ള കാര്യങ്ങളിൽ തെളിവ് ശേഖരണം നടത്തി തന്നെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തെ പൂർണ്ണമായും പൂട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം കൃത്യമായിട്ടുള്ള ആസൂത്രണം ഇവിടെ തലസ്ഥാനത്തെ SIT ആസ്ഥാനത്ത് നിന്ന് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ മുഖ്യമന്ത്രി നൽകുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും നമുക്കറിയാം ഏത് രീതിയിലുള്ള ഇത്തരത്തിലുള്ള പരാതികൾ വന്നാലും അതിൽ കർശനമായിട്ടുള്ള നടപടി മുഖ്യമന്ത്രി ഉറപ്പാക്കാറുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകാറുണ്ട്. ആ രീതിയിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും രാഹുലിനെതിരെ വന്നിരിക്കുന്നത് ഇത് പരാതി എന്ന നിലയിൽ മൂന്നാമത്തെ പരാതി കൂടിയാണ് വന്നിട്ടുള്ളത്. അതിന്റെ സ്വഭാവം അത്രത്തോളം അതീവ ഗൗരവകരമായ ഒരു സ്വഭാവം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ പഴുതടച്ച രീതിയിലുള്ള ഒരു നീക്കങ്ങൾ ഉണ്ടാകണം എന്നുള്ള കാര്യം മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതും ആ രീതിയിൽ തന്നെ SIT അത് പൂർണ്ണതോതിൽ നടപ്പാക്കി എന്നുള്ളത് തന്നെയാണ്. എല്ലാ മേൽനോട്ടവും ആസൂത്രണവും എല്ലാം തലസ്ഥാനത്ത് തന്നെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. മനു.